ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. കമ്പ്യൂട്ടേഴ്സ് എവിടെയെല്ലാം യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം സയൻസ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പല ഡാറ്റ അനാലിസിസിന്, അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, സ്റ്റോറേജ്, ഇതിനൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അക്രോസ് ദ വേൾഡ് ഇൻ്റർനാഷണലി നമുക്ക് ഡാറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യാം. വിദേശത്തുള്ള സയൻറ്റിസ്റ്റുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അവരുടെ ഏതെങ്കിലും വർക്കിൻ്റെ ഭാഗമാകാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ഡിഫൻസ് സിസ്റ്റമാണ്. ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ അകത്തൊക്കെ വൈഡായിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ എയർലൈൻസ്, മിസൈൽസ്, ടാങ്കുകൾ, പിന്നെ അതേപോലെയുള്ള എല്ലാതും റഡാർ സിസ്റ്റംസ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കും. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ്, ഡാറ്റാസ് ഇൻപുട്ടായിട്ട് കൊടുത്ത് അതിനെ പ്രോസസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്കൊരു റോക്കറ്റ്, ഒരു മിസൈൽ നമ്മുടെ നേർക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളതിനെ ട്രാക്ക് ചെയ്ത് നമ്മളതിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ശത്രു എനിമീനെ ടാർഗറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അവരുടെ ലൊക്കേഷനിലേക്ക് പോയിട്ട് മിസൈൽസ് ഒക്കെ വിടുക. ഈ പറയുന്ന പ്രോഗ്രാം ഈ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പോൾ GPS ട്രാക്കിങ്, നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ മാപ്പിങ്, ഈ നമ്മുടെ ടെറിട്ടറിയിലേക്ക് ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്നുള്ള മോണിറ്ററിങ്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ വളരെ വൈഡായിട്ടുള്ള ആപ്ലിക്കേഷൻ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ അകത്ത് കമ്പ്യൂട്ടറിനുണ്ട്. ഇനിയുള്ളത് മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഓക്സിജൻ ലെവല് SpO2 മെഷർ ചെയ്യുന്നു, നമ്മുടെ പ്രഷർ മെഷർ ചെയ്യുന്നു, നമ്മുടെ അൾട്രാസോണിക് സൗണ്ട് സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വയറിൻ്റെ അകത്തുള്ളതൊക്കെ നമ്മൾ സ്കാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ECG യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യുന്നു. ഇതെല്ലാം അസിസ്റ്റ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സ്റേ മെഷീനിലാണെങ്കിൽ തന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ വൈഡായിട്ട് എല്ലാത്തിനും നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ സർജറിക്ക് വരെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ മെത്തേഡിലുള്ള സർജറികൾ വരെ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പം ഒരു സ്പെഷ്യൽ കേസ് വരികയാണ്, നമുക്ക് വിദേശത്തുള്ള ഒരു സയൻറ്റിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു ഡോക്ടറുമായിട്ട്, ഒരു സീനിയർ ഡോക്ടറായിട്ട് നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അല്ല, നമുക്ക് നമ്മുടെ നാട്ടിൽ കോമൺ അല്ലാത്തൊരു ട്രീറ്റ്മെൻറ്റ് വിദേശത്തുള്ള ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പോട് കൂടെ നമുക്ക് നാട്ടിൽ ചെയ്യണമെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം മെഡിക്കൽ ഫീൽഡിലൊക്കെ വളരെ വൈഡായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നടക്കുന്നത്. ഓൺലൈനിലൊക്കെ നിങ്ങളുടെ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ഓൺലൈനിലൊക്കെ ആയിട്ടാണ് ഇപ്പം വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് അല്ല, ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രം കിട്ടുന്ന അറിവല്ല ഇപ്പം നമുക്കുള്ളത്. നമുക്ക് നെറ്റിൽ നോക്കി വൈഡായിട്ടുള്ള ഒരു വേൾഡിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതേപോലെയുള്ള കണ്ടൻറ്റുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ് നമുക്ക് പോസിബിൾ ആയത്? കമ്പ്യൂട്ടറുമായിട്ട് അതിൻ്റെ എയ്ഡഡ് കമ്പോണൻസും എല്ലാം കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ അകത്തൊക്കെ നമ്മൾ വൈഡായിട്ട് നമ്മൾ ഈ കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബാങ്കിങ് സെക്ടറിൽ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മളൊരു ബാങ്കിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റാസ് എല്ലാം അവരുടെ സെർവറിൻ്റെ അകത്തുണ്ടാവും. ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ കമ്പ്യൂട്ടേഴ്സാണ്. നമ്മളൊരു ചെറിയൊരു പേയ്മെൻറ്റ് നടത്തുകയാണ്, നമ്മൾ എന്തൊരു ചെറിയ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിലും എല്ലാം അവരത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അത് നമ്മുടെ ഒരാളുടെ മാത്രമല്ല, ഇതേപോലെ തന്നെ ആ അക്കൗണ്ടിലുള്ള ആ ബാങ്കിലുള്ള എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്കാണിത്. നിങ്ങൾ ATMയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് മോണിറ്റർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ പാസ്ബുക്കുകൾ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ഡാറ്റയായിട്ട് അതിനൊരു ആക്സസ് കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ബാങ്കിങ് സെക്ടറിലെല്ലാം നമ്മൾ കമ്പ്യൂട്ടേഴ്സ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് സെക്ടറിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു PSC എക്സാം അടക്കം എല്ലാ ആപ്ലിക്കേഷനും ഇപ്പം വിളിക്കുന്ന ഓൺലൈനായിട്ടാണ്. പണ്ടൊക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യാമായിരുന്നു. പേപ്പർ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എഴുതി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, എല്ലാം നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന കുറേ സർവീസുകളെല്ലാം ഇപ്പോൾ ഓൺലൈനാണ്, അല്ലേ? ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും രജിസ്ട്രേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ കരടയ്ക്കുന്നതാണെങ്കിലോ
ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് കേരളത്തിലെ ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പാകത്തിന് നമ്മളാക്കിയിട്ടുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ട്രെയിൻ ടിക്കറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇനി എല്ലാം ഗവൺമെൻറ്റിൻ്റെ വേറെ ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും സ്കോളർഷിപ്പുകളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാം ഇപ്പോൾ ഓൺലൈനാണ്. അപ്പോൾ എല്ലാം നമ്മൾ കമ്പ്യൂട്ടർ വൈഡായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. പിന്നുള്ളത് എൻ്റർടൈൻമെൻറ്റ്. ഈ പറയുന്ന പർപ്പസിന് വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം കാണാനും നമുക്ക് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. നമുക്ക് വീഡിയോസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യാം, മൂവീസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യാം, പാട്ട് കേൾക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ TV ഷോകൾ കാണാൻ വേണ്ടി യൂസ് ചെയ്യാം, ഗെയിം കളിക്കാൻ വേണ്ടി നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ മേജറായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.